നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. പുതുക്കാട് കുറുമാലിയിൽ തണൽ പകൽ വീടിനോട് ചേർന്നുള്ള നീർത്തട പ്രദേശത്ത് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ. ചാക്കുകളിലായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ നാട് കാണാനിറങ്ങി. കാണാതായ ഇവരെ ഓട്ടോ ഡ്രൈവർ രക്ഷിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ പച്ചളിപ്പുറം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. വ്യാഴാഴ്ച ഒറ്റയടിക്ക് 560 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. വാർത്തകൾ വിശദമായി. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. ശുചിമുറി മാലിന്യമടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തതായി നാട്ടുകാർ പറയുന്നു. മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി. തലോർ കായൽ പരിസരത്ത് നിന്നും എത്തുന്ന മാലിന്യമാണ് മണലിപ്പുഴയെ കൊല്ലുന്നത്. അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ്. ജൈവവും അജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ്. തരിശിട്ട പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നത്. നിരവധി ചരക്ക് വാഹനങ്ങളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്ത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന വർക്ക് ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡിനിരുവശവും തള്ളുന്നത് പതിവാണ്. എല്ലാ മാലിന്യങ്ങളും അറയ്ക്കപ്പാടം വഴി മണലിപ്പുഴയിലെത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത്. ഒരു നാടിന്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത്. അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മണ്ണടിച്ചിട്ട്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അത് അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കട്ടെ. ഇത് തന്നെയല്ല, ഇത് കുടിവെള്ളം കൂടി പോകുന്ന ഒരു പുഴയാണ്. നമ്മുടെ കുടിവെള്ളം എടുക്കുന്നത് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ്. അപ്പം ഇതുപോലെ ഇത്രയും മലിനമായ വെള്ളം ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള വീട്ടുകാർക്ക് ഒരാൾക്ക് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. മഴ ഇല്ലാത്തപ്പോൾ വെള്ളം കുറയും, മഴ പെയ്യുമ്പോൾ വെള്ളം കിണറ്റിൽ കൂടും. അപ്പോൾ വെള്ളം നമ്മൾ ഫിൽറ്ററിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ അതൊക്കെ ഭയങ്കര മണം. ഈ കളറില്ല, മണ്ണുണ്ട്. അത് ഫിൽറ്ററിൽ നിന്ന് എടുത്തിട്ട് വേണം അത് എടുക്കുമ്പോഴും കുറേശ്ശെ മണമുണ്ട്. പുഴയിലെ വെള്ളത്തിന്റെ ലവണാംശം കൂടി കുളവാഴ, ചണ്ടി എന്നിങ്ങനെ അനിയന്ത്രിതമായ വളർച്ചയുണ്ടാകുന്നു. പുഴയിൽ കാച്ചക്കടവിന് 500 മീറ്റർ താഴെ പുഴയിലുള്ള എരവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നുവെന്നും പുഴയുടെ ഓരത്തുള്ള കിണറുകളെക്കുറിച്ചുള്ള പരിഷത്ത് പഠനത്തിൽ കിണറുകളിലെ വെള്ളത്തിന്റെ നിറം, മണം, കട്ടി എന്നിങ്ങനെ ഗുരുതരമായി ബാധിച്ചിരുന്നതായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ KK അനീഷ് കുമാർ പറഞ്ഞു. ഇത് നെന്മണിക്കര പഞ്ചായത്തിലെ പാലിയേക്കര കാച്ചക്കടവാണ്. മടവാക്കര കാച്ചക്കടവ് എന്നാണ് നാട്ടില് അറിയപ്പെടുക. മടവാക്കരയാണ്, മടവാക്കരയുടെ തൊട്ട് താഴെ കിടക്കുന്ന കാച്ചക്കടവാണ്. ഈ കാച്ചക്കടവിലേക്ക് വന്നു ചേരുന്ന വെള്ളത്തെ സംബന്ധിച്ച് 9 വർഷമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പഠന പ്രവർത്തനമുണ്ട്. ആ പഠന പ്രവർത്തനം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ കാച്ചക്കടവിലേക്ക് എത്തിച്ചേരുന്ന വെള്ളം കറുത്ത് ദുർഗന്ധം വമിക്കുന്നതാകുന്നത് എങ്ങനെ? മണലിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിലെ കുറുമാലിയിൽ തണൽ പകൽ വീടിനോട് ചേർന്നുള്ള നീർത്തട പ്രദേശത്ത് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ. ചാക്കുകളിലായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ഉപയോഗശൂന്യമായ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്.
വെള്ളിയാഴ്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു വെള്ളക്കെട്ട് എങ്ങനെ ഒഴിവാക്കണമെന്നറിയാനായി സ്ഥലം സന്ദർശിക്കുമ്പോഴാണ് മാലിന്യ കൂമ്പാരം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പഞ്ചായത്തിൽ വിവരമറിയിക്കുകയും പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തുകയും ചെയ്തു. മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിലും വിവരമറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, ആൻസി ജോബി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അതായത് കാറിന്റെ ആക്സസറീസും അതുപോലെ കാർ കമ്പനികളിൽ നിന്നുള്ളൊരു വേസ്റ്റ് പോലെയാണ് നമുക്ക് തോന്നിയത്. ഇത്രയധികം ഒരു ട്രക്ക് ഒരു ലോഡ് നിറച്ച് വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുടനെ തന്നെ പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്തിലെ അധികാരികൾ വന്ന് നോക്കി ഫോട്ടോ എടുത്തു. നമ്മൾ അതിൻ്റെ റിപ്പോർട്ടായിട്ട് നമ്മൾ 1-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സർക്കാരും പഞ്ചായത്തും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കാര്യത്തിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന സമയമാണിത്. ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിലും പ്ലാസ്റ്റിക് മാലിന്യം എടുത്ത് പഞ്ചായത്ത് ഈ മാലിന്യ കൂമ്പാരങ്ങളെ നശിപ്പിക്കാനുള്ള ഇതിൻ്റെ ഇടയിലാണ് ഈ ഇത്തരം പ്രവൃത്തികൾ കാണപ്പെടുന്നത്. കഴിഞ്ഞ മാസം ചങ്ങാലൂരിലും ഇതേപോലെ പിടിക്കുകയുണ്ടായി. അന്ന് അതിൻ്റെ അഡ്രസ്സ് കിട്ടി അവരെ കൊണ്ട് പിഴയടിപ്പിച്ച് ആ മാലിന്യം നീക്കുകയുണ്ടായി. മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മസേനയുടെ സേവനമുള്ളപ്പോഴാണ് ഇപ്പോഴും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. കഴിഞ്ഞ മാസം സമാന രീതിയിൽ ചെങ്ങാലൂരിലും പൊതിയിടത്ത് മാലിന്യം തള്ളിയിരുന്നുവെന്നും കുറ്റക്കാരിൽ നിന്നും പിഴ ഈടാക്കിയിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. എത്രയൊക്കെ നിഷ്കർഷിച്ചിട്ടും ഇത്രയധികം ജനദ്രോഹപരമായിട്ടുള്ള പ്രവൃത്തികൾ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കണം, അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, മാതൃകാപരമായിട്ട് അവരെ ശിക്ഷിക്കണം എന്നും കൂടിയാണ് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക്. ഇതിൻ്റെ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് ഞങ്ങളാണ്. ആ ദുരിതം അനുഭവിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. സമീപത്തെ സ്വകാര്യ കമ്പനിയിൽ നിന്നുമുള്ള മാലിന്യമാണ് എത്തുന്നതെന്നും കുറുമാലിപ്പുഴയടക്കം മലിനീകരണത്തിന്റെ വക്കിലാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. 4-ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ നാട് കാണാനിറങ്ങി. കാണാതായ ഇവരെ ഓട്ടോ ഡ്രൈവർ രക്ഷിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. ആമ്പല്ലൂരിൽ ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. സ്കൂളിൽ നിന്നും 9 വയസ്സുകാരികളായ 2 കൂട്ടുകാരികളാണ് ബസ്സിൽ പലയിടങ്ങളിൽ സഞ്ചരിച്ച് അവസാനം ആമ്പല്ലൂരിൽ എത്തിയത്. സ്കൂൾ വിട്ട സമയത്ത് സ്കൂൾ ബസ്സിൽ കയറാതെ പ്രൈവറ്റ് ബസ്സിൽ കയറി നാട് ചുറ്റാനിറങ്ങിയത്. പിന്നീട് ആമ്പല്ലൂരിൽ ഇറങ്ങി പോളിടെക്നിക്കിന് സമീപമുള്ള ഓട്ടോപേട്ടയിൽ എത്തുകയായിരുന്നു കുട്ടികൾ. ഇവിടെ നിന്നും കോക്കാടൻ ജെയ്സന്റെ ഓട്ടോയിൽ കയറി സമീപത്തെ കല്യാണ വീട്ടിൽ കൊണ്ടുചെന്നാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തങ്ങളുടെ കയ്യിൽ പണമില്ലെന്നും ഇവർ പറഞ്ഞിരുന്നു. എങ്കിലും സ്ഥലത്ത് കൊണ്ടുചെന്നാക്കാമെന്നേറ്റു ജെയ്സൺ. ചെറിയ കുട്ടികളുടെ പെരുമാറ്റവും സ്ഥലപരിചയമില്ലായ്മയും കണ്ടാണ് ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നിയത്. തുടർന്ന് കുട്ടികളുടെ കൈവശമുണ്ടായിരുന്ന സ്കൂൾ ID കാർഡിലെ ഫോൺ നമ്പറിൽ രക്ഷിതാവിനെ വിവരമറിയിച്ചു. പിന്നീട് ഓട്ടോ ഡ്രൈവർ തന്നെ സ്കൂളിൽ കാത്തുനിന്ന രക്ഷിതാക്കൾക്കരികെ വിദ്യാർത്ഥികളെ എത്തിച്ചു. അളഗപ്പ നഗർ സ്വദേശിയായ കോക്കാടൻ ജെയ്സൺ എന്ന ഓട്ടോ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിലൂടെ കുട്ടികൾ സുരക്ഷിതരായി രക്ഷിതാക്കൾക്കൊപ്പം എത്തിക്കാൻ കഴിഞ്ഞു. ഇവിടെ പേട്ടയിൽ വന്നിട്ട് 2 പിള്ളേര് സ്കൂളിൽ നിന്ന് വന്ന് ആമ്പല്ലൂര് ഇറങ്ങി നടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു കല്യാണത്തിന് പോണെന്ന് പറഞ്ഞ് ഗ്രൗണ്ടിന്റെ അവിടേക്ക് പോയി. ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന് 3 വീട്ടിൽ കയറി. ഇവര് വീടൊന്നും അല്ലാന്ന് കണ്ടപ്പോ ഞാൻ പേട്ടയിലേക്ക് തന്നെ കൊണ്ടുവന്ന് പേട്ടയിൽ നിന്ന് ഒരു സുഹൃത്തിനും കൂട്ടി നന്ദിക്കരം സ്കൂളിൽ വന്നപ്പോ അവിടെ നന്ദിക്കരം പോലീസിന് കൊടുത്തു. ആൾക്കാർക്കും കൂടി അവിടെ അവരായിട്ട് കൊടുത്തു. ഇവിടുന്ന് ഒരു വേണെന്ന് പറഞ്ഞ ചേട്ടനെ കൊണ്ടുപോയിണ്ടായിരുന്നു. ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് തന്നെയാണ്. ആള് ചാടി അവരോട് ഇനി ചാടി പോയാലും മേടിച്ചിട്ടാണ് അവരെ കൂടി കൊണ്ടുപോയി. അങ്ങനെ എന്തെങ്കിലും കൂടി കൊണ്ടുപോയി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ പച്ചളിപ്പുറം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. പച്ചളിപ്പുറം കിഴക്കൂട്ട് വീട്ടിൽ 48 വയസ്സുള്ള ചന്ദ്രനെയാണ് കാപ്പ ചുമത്തിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഇയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP അശോകന്റെ നേതൃത്വത്തിൽ നിരന്തരമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവോടെ 6 മാസത്തേക്കാണ് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റ്, കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതി, ഫാസ് പാടി, കോടാലി KCCP വായനശാല, കോടാലി DLPS PTA, മട്ടത്തൂർ SKHSS PTA എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ നടത്തിയ റാലി 3 മുറി സെന്ററിൽ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിക്ക് ശേഷം കോടാലി ആൽത്തറയിൽ നടന്ന പൊതുസമ്മേളനം അശ്വതി VB ഉദ്ഘാടനം ചെയ്തു.
ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈബി സജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കില ഫാക്കൽറ്റി കെ.ഡി. അപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന കോർഡിനേറ്റർ ശിഖ മണി, സേനാ സെക്രട്ടറി നിബി, വി.കെ. കാസിം, രാജ്കുമാർ, പരിഷത്ത് പ്രവർത്തകരായ അഭിമന്യു, ജയപാലൻ, ഹരിത കർമ്മസേന പ്രസിഡന്റ് സുജാത, മഞ്ജു ജയൻ എന്നിവർ സന്നിഹിതരായി. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പുതുക്കാട് സെന്ററിൽ ഔഷധിയും HRPM-ഉം സംയുക്തമായി പുതുക്കാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ വിവിധ ഇനം ഔഷധ ചെടികളും മരത്തൈകളും വിതരണം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രജിത് ഉദ്ഘാടനം ചെയ്തു. HRPM ജില്ലാ സെക്രട്ടറി ബൈജു കൊരേച്ചാൽ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ വർഗീസ് തെക്കേത്തല, ചെയർമാൻ ജോൺസൺ പുല്ലൂത്തി, കുമാരൻ പൊറ്റിക്കര, ബീന വിനായക, സുധീഷ് പാലപ്പിള്ളി, സരിത ആന്റണി എന്നിവർ പ്രസംഗിച്ചു. എല്ലാ വൃക്ഷത്തൈകളും വെട്ടിനശിപ്പിച്ച് അവരുടെ ജീവിതം തൊഴിൽപ്പെടുത്തി അവരുടെ ഭക്ഷണ സാമഗ്രികൾ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാം കടന്നു പോകുന്നത്. അതിനാണ് ഉദാഹരണമായി പറയുന്നത് നമ്മുടെ ഭൂമി. ലോക പരിസ്ഥിതി ദിനമാണ്. ലോകത്തെമ്പാടും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള അതിവിപുലമായ പ്രവർത്തനങ്ങളാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന, ലോകത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും പ്രകൃതി സംരക്ഷണവുമായി ഭാഗമായി ബന്ധപ്പെട്ട് കല്ലൂർ പാലക്കപ്പറമ്പ് VLP സ്കൂളിൽ നടന്ന തൃക്കൂർ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, PTA പ്രസിഡന്റ് പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ, പ്രധാനാധ്യാപിക ഷാൻഡി, PTA വൈസ് പ്രസിഡന്റ് രാജേഷ് പുലിപ്പറമ്പിൽ, പരിസ്ഥിതി പ്രവർത്തകനായ സോമൻ കാര്യാട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി എന്ന സന്ദേശം നൽകിക്കൊണ്ട് മറ്റത്തൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മറ്റത്തൂർ GLPS വിദ്യാലയത്തിന് പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും നൽകി. തൈകളുടെ നടീൽ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. വാർഡംഗം ഷൈനി ബാബു അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ കൃഷി ഓഫീസർ VU ദിവ്യ, പ്രധാനാധ്യാപിക MS ബീന, കൃഷി അസിസ്റ്റന്റ് EV വിപിൻ എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ 500 പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളുമാണ് വിദ്യാലയത്തിന് കൈമാറിയത്. പറപ്പൂക്കര PVSHS സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ TS മുരളി അധ്യക്ഷനായി. ചടങ്ങിൽ സ്കൂളിലെ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കൃഷി ഓഫീസർ അമൃത നിശാന്ത് നിർവഹിച്ചു. വാർഡംഗം KV സുഭാഷ്, സ്കൂൾ പ്രധാനാധ്യാപിക KS ഉദയ, പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ KS സ്മിത എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥിനി KS ഗായത്രി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാലപ്പള്ളി റേഞ്ച് എലിക്കോട് ആദിവാസി വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പരിപാടികൾ, വൃക്ഷത്തൈ നടീൽ എന്നിവ നടന്നു. സമിതി പ്രസിഡന്റ് MV സജു ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിത അവാർഡുകൾ പ്രഖ്യാപിച്ചു. AV മല്ലികയാണ് മികച്ച ഹരിത കർമ്മസേനാംഗം. നെടുമ്പാൾ കത്തനാര് വീട്ടിൽ യോഹന്നാൻ മികച്ച രീതിയിൽ ഹരിത കർമ്മസേനയുടെ സേവനം ഉപയോഗിക്കുന്ന വ്യക്തിയായും തൊട്ടിപ്പാൾ കൃഷ്ണ ഇലക്ട്രിക്കൽസ് മികച്ച സ്ഥാപനമായും തെരഞ്ഞെടുത്തു. നന്ദിക്കര GVHSS NSS മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. പഞ്ചായത്തിലെ 18, 4, 12 വാർഡുകളിലാണ് കൂടുതൽ പ്ലാസ്റ്റിക് ശേഖരണം നടന്ന വാർഡുകൾ. തൊട്ടിപ്പാൾ ഹോമിയോ ഡിസ്പെൻസറി മികച്ച ഹരിത ഓഫീസായും തെരഞ്ഞെടുത്തു. ഇഞ്ചക്കുണ്ട് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബിൻ ഏടാട്ടുകാരൻ സ്കൂൾ മുറ്റത്ത് ഒരു വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു.
സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ അഞ്ജലി, സ്കൂൾ ട്രസ്റ്റി തങ്കച്ചൻ എടത്തിനാൽ, PTA പ്രസിഡന്റ് PJ റെജി, അധ്യാപികമാരായ വിൻസി, സിമി എന്നിവർ സന്നിഹിതരായി. സ്കൂൾ ലീഡർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പരിസ്ഥിതി ദിന പ്രതിജ്ഞയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ശേഷം എല്ലാ വിദ്യാർത്ഥികൾക്കും വൃക്ഷത്തൈകൾ സ്കൂൾ മാനേജർ സമ്മാനിച്ചു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർബൺ ന്യൂട്രൽ ക്യാമ്പസ് സൃഷ്ടിക്കുന്നതിനായി മുളത്തൈകൾ നട്ടുപിടിപ്പിച്ചു. NCD സെല്ലുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഋതുഭേദ ജീവനം പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് മുളത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. PTA പ്രസിഡന്റ് വിജിത ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ KA സംഗീത, NSS വോളണ്ടിയർ ഏഞ്ചൽ ഡേവിസ്, NSS പ്രോഗ്രാം ഓഫീസർ പ്രവീണ സുകുമാരൻ എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് GVHS സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ PTA പ്രസിഡന്റ് വിജിത ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക MP ബിന്ദു അധ്യക്ഷയായി. പരിസ്ഥിതി പ്രവർത്തകനായ PA രവി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. അധ്യാപകരായ പുഷ്കല, ഫിജി, സൗമിനി എന്നിവർ സന്നിഹിതരായി. അന്താരാഷ്ട്ര ലെവൽ ക്രോസിംഗ് സംബന്ധിച്ച് പുതുക്കാട് മെയിൻ ഗേറ്റിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ബോധവൽക്കരണം നടത്തി. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ ഓപ്പറേറ്റിംഗ് വിഭാഗമാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. അപകടകരമായി ഗേറ്റുകൾ ക്രോസ് ചെയ്യുമ്പോഴുണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ചും എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾ ബോധവൽക്കരണം നടത്തി. തൃശൂർ ട്രാഫിക് ഇൻസ്പെക്ടർ NJ പോൾ മനീഷ്, സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഗിൽസ് A പല്ലൻ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കീഴിലുള്ള കൊടകര അഗ്രികൾച്ചറൽ, റൂറൽ ആൻഡ് മാൻ പവർ ഡെവലപ്മെന്റ് അസോസിയേഷൻ എന്നിവയുടെ രജത ജൂബിലി ആഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കർമ്മ സ്റ്റാഫ് മിനി എന്നിവർ സന്നിഹിതരായി. കർമ്മയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോറിന്റെയും ലാബിന്റെയും പ്രവർത്തനം മികച്ച നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. 25 വർഷം കർമ്മയെ മുന്നോട്ട് നയിച്ച PK ശിവരാമൻ അടക്കമുള്ള ഭരണാധികാരികളെയും ജീവനക്കാരെയും ആദരിച്ചു. വരന്തരപ്പള്ളി CJM AHS സ്കൂളിൽ 4 സ്മാർട്ട് ഇന്ററാക്റ്റീവ് പാനലുകൾ ഉദ്ഘാടനം ചെയ്തു. കലൂർ ഡാറ്റൽ കമ്പ്യൂട്ടേഴ്സും ശ്രീരാമകൃഷ്ണ സേവാശ്രമവും ചേർന്നാണ് 6 ലക്ഷത്തോളം ചിലവ് വരുന്ന സ്മാർട്ട് ഇന്റർ ആക്റ്റീവ് പാനൽ ബോർഡുകൾ സ്കൂളിന് നൽകിയത്. ശ്രീരാമകൃഷ്ണ സേവാശ്രമത്തിന്റെ മാനേജർ ട്രസ്റ്റി CS മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ജോൺ തുലാപ്പറമ്പിൽ, PTA പ്രസിഡന്റ് PC ജോസ്, MPTA പ്രസിഡന്റ് ജിൻസി ബിജു എന്നിവർ പ്രസംഗിച്ചു. റിട്ടയർഡ് അധ്യാപിക ഷീല ജോസഫ്, ഡാറ്റൽ കമ്പ്യൂട്ടേഴ്സ് MD കവിത, ഫസ്റ്റ് അസിസ്റ്റന്റ് ജൽമ K കിഴക്കൂടൻ, സ്റ്റാഫ് സെക്രട്ടറി ജെലിബ്സ് പോൾ, പ്രധാനാധ്യാപകൻ ജോവൽ ജോസഫ് എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് 116 നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടത്തി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം വിജിത ശിവദാസൻ അധ്യക്ഷയായി. കൊടകര അഡീഷണൽ CDPO ഷീബ നാലപ്പാട്ട്, അംഗനവാടി അധ്യാപിക VV വനജ, ഹെൽപ്പർ TK വിജയ എന്നിവർ സന്നിഹിതരായി. അംഗനവാടി വിദ്യാഭ്യാസത്തിന് ശേഷം പുതിയ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് CDPOയും പ്രസിഡന്റും വാർഡംഗവും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. അംഗനവാടിയിലേക്ക് പ്രവേശിക്കുന്ന പുതിയ കുട്ടികൾക്ക് ബൊക്കെയും സമ്മാനങ്ങളും നൽകി സ്വീകരിച്ചു. സിജിൻ നന്ദിപുരത്തിന്റെ മാജിക് ഷോയും പപ്പറ്റ് ഷോയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. അരനൂറ്റാണ്ടോളം മറ്റത്തൂരിലെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന PV പൗലോസ് മാസ്റ്ററുടെ സ്മരണയ്ക്കായി സ്മാരക സമിതി ഏർപ്പെടുത്തിയ സാമൂഹ്യശ്രീ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കൊടകരയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മാധ്യമപ്രവർത്തകരായ ലോനപ്പൻ കടമ്പോട്, K പ്രസാദ് എന്നിവർക്ക് മുംബൈയിലെ NMIMS യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലറും PV പൗലോസ് മാസ്റ്ററുടെ മകനുമായ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പള്ളി 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ സാമൂഹ്യശ്രീ പുരസ്കാരം സമ്മാനിച്ചു. ഇസാഫ് ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ്, കോയമ്പത്തൂർ കാരുണ്യ യൂണിവേഴ്സിറ്റി പ്രൊഫസർ J ക്ലമന്റ് സുധാകർ,
സിംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിനോ ജോണി മാളക്കാരൻ, റിസർച്ച് കോർഡിനേറ്റർ ഫാദർ ബിനോയ് തോമസ്, ഡോക്ടർ ധന്യ അലക്സ്, ഡോക്ടർ സന്തോഷ് പോൾ എന്നിവർ സന്നിഹിതരായി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 160 രൂപ കുറഞ്ഞിരുന്നു. വ്യാഴാഴ്ച ഒറ്റയടിക്ക് 560 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. ഇതോടെ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണ്ണ വ്യാപാരം നടന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 53,840 രൂപയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ചൊവ്വാഴ്ച സ്വർണ്ണവില ഉയർന്നത്. ജൂണിലെ ആദ്യ വില വർധനവായിരുന്നു അത്. വ്യാഴാഴ്ച 1 ഗ്രാം സ്വർണത്തിന്റെ വില 6,730 രൂപയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST സംസ്കൃതം തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം വെള്ളിയാഴ്ച രാവിലെ 10-ന് HS വിഭാഗം ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ HS വിഭാഗത്തിൽ ക്ലർക്ക് തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് HS വിഭാഗത്തിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. 2024 അധ്യയന വർഷത്തിലെ സർക്കാർ ITI പ്രവേശനത്തിന് ഓൺലൈനായി www.itiadmissions.in മുഖേന അപേക്ഷിക്കാം. ഫീസ് 100 രൂപ. അപേക്ഷയുടെ പ്രിന്റ് ഔട്ട്, അസൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ സഹിതം ഏറ്റവും അടുത്തുള്ള സർക്കാർ ITIയിൽ നേരിട്ടെത്തി വെരിഫിക്കേഷൻ ജൂൺ 10 മുതൽ ജൂലൈ 6 വരെ നടത്തണം. അവസാന തീയതി ജൂൺ 29. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,730 രൂപയും പവന് 53,840 രൂപയും രേഖപ്പെടുത്തി. വരന്തരപ്പള്ളി അരങ്ങാശ്ശേരി തോമസ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. പുതുക്കാട് കുറുമാലിയിൽ തണൽ പകൽ വീടിനോട് ചേർന്നുള്ള നീർത്തട പ്രദേശത്ത് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ. ചാക്കുകളിലായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ നാട് കാണാനിറങ്ങി. കാണാതായ ഇവരെ ഓട്ടോ ഡ്രൈവർ രക്ഷിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ പച്ചളിപ്പുറം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. വ്യാഴാഴ്ച ഒറ്റയടിക്ക് 560 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.